നമസ്കാരം, ധനുഷ് PSC ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണ് നമുക്കുള്ളത്. LDC എക്സാം വളരെ അടുത്ത് വരുന്നു. LP എക്സാം ഉണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് 20 മാർക്സ് കറണ്ട് അഫയേഴ്സിനുണ്ട്. സോ നല്ലവണ്ണം പഠിക്കുക, ഡെയിലി പഠിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും കറണ്ട് അഫെയർ നോക്കിയേ മതിയാവുള്ളൂ. 20 മാർക്ക് എന്ന് പറയുന്നത് കുറഞ്ഞൊരു മാർക്കല്ല, അത് അത്യാവശ്യമാണ്. നമ്മുടെ റാങ്കിങ്ങിലും ലിസ്റ്റിൽ വരാൻ തന്നെയും ആ കറണ്ട് അഫയേഴ്സ് വളരെ ഗുണകരമാണ് നമുക്ക്. സോ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് നോക്കും. കിട്ടുന്ന മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ശേഖരിക്കുക, പഠിക്കുക. നമ്മളുടെ ആവശ്യമനുസരിച്ച് നമ്മൾ പഠിക്കുക. നമ്മൾ സ്വയം കണ്ടെത്തണം, ഇവിടെയാണുള്ളതെന്ന് നമ്മൾ സ്വയം കണ്ടെത്തി അത് പഠിച്ചേ പറ്റുകയുള്ളൂ. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഞാൻ കറണ്ട് അഫയേഴ്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം അത്. ഫസ്റ്റ് വൺ, 37ാമത് ദേശീയ ഗെയിംസ് വേദി ഏതാണ്? ഗോവ. 37ാമത് ദേശീയ ഗെയിംസ് വേദി ഏതാണ്? ഗോവയാണ്, ഗോവ. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 23 കേരള അക്കൗണ്ടൻറ്റ് ജനറൽ. കേരള അക്കൗണ്ടൻറ്റ് ജനറൽ ആരാണ്? അതുർവ സിൻഹ. അതുർവ സിൻഹയാണ് അക്കൗണ്ടൻറ്റ് ജനറൽ. ആരാണ്? അതുർവ സിൻഹയാണ്. ഉത്തർപ്രദേശാണ്, ഉത്തർപ്രദേശുകാരനാണ്. നെക്സ്റ്റ് വൺ, ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ആരാണ്? ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ആരാണ്? ക്രിസ്റ്റഫർ ലെക്സൺ. ലെക്സൺ. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ആരാണ്? ലെക്സണാണ്, ക്രിസ്റ്റഫർ ലെക്സണാണ്. ന്യൂസിലൻഡ് ലെക്സണാണ്, ക്രിസ്റ്റഫർ ലെക്സണാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആരാണ്? കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആരാണ്? അല്ലേ, അതിനൊക്കെ ചോദിക്കാൻ പറ്റിയ സാഹചര്യമുള്ള സന്ദർഭമാണിപ്പോൾ. ചോദിക്കാം. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആരാണ്? പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ. പ്രൊഫസർ ബി അനന്തകൃഷ്ണനാണ്. പ്രൊഫസർ ബി അനന്തകൃഷ്ണനാണ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ. ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ട് ഏതാണ്? പകുതി മനുഷ്യരൂപമുള്ള റോബോട്ട് ഏതാണ്? വ്യോമമിത്രയാണ്. ഏതാണ്? വ്യോമമിത്ര. ISRO ഗഗൻയാൻ, അപ്പോൾ അവിടേക്ക് പോകുന്ന യാത്രികർക്ക് പകരം പോകുന്ന റോബോട്ട് ഏതാണ്? വ്യോമമിത്രയാണ്, അല്ലേ, വ്യോമമിത്ര. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ഗതിനിർണ്ണയ ഉപഗ്രഹമായ NVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ഗതിനിർണ്ണയ ഉപഗ്രഹമായ NVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? GSLV Mark II F-12. GSLV Mark II, GSLV Mark II F-12 ആണ് ഗതിനിർണ്ണയ ഉപഗ്രഹം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക വാർത്ത അവതാരിക ആരാണ്? ലിസയാണ്. പ്രാദേശിക വാർത്ത അവതാരിക ലിസയാണ്. പ്രാദേശിക വാർത്ത അവതാരികയാണ് ലിസ. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ടാൻസാനിയ. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ടാൻസാനിയയിലാണ്. നെക്സ്റ്റ് വൺ നോക്കാം. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ശ്രേഷ്ഠമാണ്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലേക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ്? ശ്രേഷ്ഠമാണ്. പദ്ധതി എന്താണ്? ശ്രേഷ്ഠമാണ്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം എന്താണ്? ആദിത്യ L1. ഇല്ല, അതിപ്പോഴെങ്കിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സൗര ദൗത്യം എന്താണ്? ആദിത്യ L1. അല്ലേ, ആദിത്യൻ സൂര്യനാണല്ലോ. ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവെന്നറിയപ്പെട്ടത് ആരാണ്? ഡോക്ടർ ടെഹംടൺ ഇ ഉദ്വാഡിയ. ഓക്കെ, ഉദ്വാഡിയ ഓർത്തിരിക്കാം. ഡോക്ടർ ടെഹംടൺ ഇ ഡോട്ട് ഉദ്വാഡി. ഇനിഷ്യല്ലേ, ഉദ്വാഡി ഓർത്തിരിക്കണം. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ്. ഇപ്പം നമുക്ക് എപ്പോഴും കറണ്ടിൽ ശസ്ത്രക്രിയക്ക് സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് എന്താ ആദ്യം കിട്ടുക? അവർ തൂക്കില്ല, കീ ഹോൾ മതിയോ എന്ന് തന്നെ ചോദിക്കുക. അപ്പോൾ നമുക്കതൊന്ന് ഇപ്പോൾ പഠിച്ചു വയ്ക്കാം. ഡോക്ടർ ടെഹംടൺ ഇ ഉദ്വാഡിയ ഓർത്തിരിക്കാം. നെക്സ്റ്റ് വൺ, iPhone 15 Pro Max എന്നീ മോഡലുകളിൽ ആര് വികസിപ്പിച്ചു? ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം എന്താണ്? നാവിക്കാണ്. ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം എന്താണ്? നാവിക് ആണ്. ഇനി 2023 ആഗോള AI ഉച്ചകോടി വേദി എന്താണ്? ഇന്ത്യയാണ്. 2023 ആഗോള AI ഉച്ചകോടി വേദി ഏതാണ്? ഇന്ത്യയാണ്. ലേസർ അധിഷ്ഠിത അയൺ സിം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യം ഏതാണ്? ഇസ്രയേലാണ്. ലേസർ അധിഷ്ഠിത എവിടെയാണ്? ഇസ്രയേലിലാണ് ആ പ്രതിരോധ സംവിധാനം കൊണ്ടുവന്നത്. ലേസർ, ഇസ്രയേൽ എന്നോർത്തിരിക്കുക. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? P വീരമുത്തുവേലാണ്. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? P വീരമുത്തുവേൽ. ഓർത്തിരിക്കുക. ചന്ദ്രൻ ദക്ഷിണ ധ്രുവത്തിൽ
സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം ആരാണ്? ഇന്ത്യയാണ്. എന്നായിരുന്നു അത്? 2023 ഓഗസ്റ്റ് 21 നമുക്കറിയാമല്ലേ, ദേശീയ ബഹിരാകാശ ദിനമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേരെന്താണ്? ശിവശക്തി പോയിന്റ്. ശിവശക്തി, ശിവനും ശക്തി അല്ലേ, ശിവശക്തി പോയിന്റിലാണ് എന്നാ പറയുന്നത് അല്ലേ. 3 സോഫ്റ്റ് ലാൻഡിംഗ് എവിടെയാണ്? ശിവശക്തി പോയിന്റാണ്. നെക്സ്റ്റ് വൺ, ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്തായിരുന്നു സന്ദേശം വന്നത്? ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി. ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി. ലൂണാർ അല്ലേ, ലൂണാർ ഗ്രാവിറ്റി ചന്ദ്രൻ, ലൂണാർ ഗ്രാവിറ്റി. നെക്സ്റ്റ്, പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ആരാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ആരാണ്? ഇന്ത്യയാണ്. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യക്ക് ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി എവിടെ വരുന്നു? ലഡാക്കിൽ വരുന്നു. ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി, എല്ലാം ഡാഡ് അല്ലേ. ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി എവിടെയാണ്? ലഡാക്കാണ്. ഇനിയുള്ളത്, ലോക ബാഡ്മിൻ്റൺ ഡബിൾസിൽ 1ാം റാങ്ക് നേടിയവർ അതൊക്കെയാണ്. സാത്വിക് സായ് രാജ് രംഗിറെഡ്ഡി. ഇനി 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂർ. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായതെന്നാണ്? എവിടെയാണ് സ്ഥലം? നാഗ്പൂരാണ്. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. നാഗ്പൂർ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ്? ഇവരൊക്കെയാണ് അല്ലേ, ഇവയാണ് സോളാർ കാർ. ഇവയാണെന്ന് ഓർത്താൽ മതി അല്ലേ. നെക്സ്റ്റ് നോക്കാം, ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ്? ലിഥിയം നിക്ഷേപം റിയാസി എവിടെയാണ്? ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീർ. ലിഥിയം കണ്ടെത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ജനറൽ ഇൻചാർജ് ആരാണ്? എൻഫോഴ്സ്മെൻറ്റ് മീൻസ് നമ്മുടെ ഇ ഡി പരിശോധനയ്ക്ക് വെച്ചു അല്ലേ. എല്ലാവരുടെയും വലിയ ആളുകളുടെയൊക്കെ സമ്പത്ത് നോക്കുമ്പോൾ എന്താ പറയുക, ഇ ഡിയുടെ പരിശോധനയാണ് വെക്കുക അല്ലേ. ഇ ഡി പരിശോധിച്ചു എപ്പോഴും കേൾക്കാൻ പറ്റും. സോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ഇൻചാർജ് ആരാണ്? ഇപ്പോൾ രാഹുൽ നവീനാണ്. ഇ ഡി ഇൻചാർജ് ആരാണ്? രാഹുൽ നവീനാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTA ചെയർമാൻ KN ശാന്തകുമാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTA പഴയതൊരു ചോദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ ചോദിച്ചിട്ടുണ്ട്. പഴയ കുറച്ച് കാലം മുൻപെയാണത് കറണ്ട് അഫയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ KN ശാന്തകുമാറാണ്. അപ്പോൾ CBIയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? CBI ഡയറക്ടറാണ് പ്രവീൺ സൂദ് അല്ലേ. KN ശാന്തകുമാർ ആരായിരുന്നു? നമ്മുടേത് മറന്നോ അല്ലേ. പ്രസ് ട്രസ്റ്റും CBI ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റായ വ്യക്തികളൊക്കെ തന്നെയാണ് കേട്ടോ. അത് ചോദിച്ചിട്ട് PSCക്ക് കുറച്ച് ഇഷ്ടമുള്ള കഥാപാത്രങ്ങളാണ് അവർക്ക്. പ്രസ് അതിൻ്റെ സ്ഥാപനങ്ങളോട് വളരെ അടുപ്പമുള്ളവരായിരിക്കും. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTA ചെയർമാൻ KN ശാന്തകുമാർ അല്ലേ. PTA അല്ല PTI, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ KN ശാന്തകുമാർ. CBIയുടെ പുതിയ ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി ഇന്ത്യയിലെ ആദ്യ 5G ആംബുലൻസ് അപ്പോക്ക്. അതാണ് അപ്പോക്ക് അല്ലേ. കഴിഞ്ഞ ദിവസമാണ് ആംബുലൻസ് ഡ്രൈവറിൻ്റെ ഒരു എക്സാം കഴിഞ്ഞല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ 5G ആംബുലൻസ് അപ്പോക്കാണ്. മൈമുന എന്ന യാഗാഗ്യം പോലെയുള്ള സ്ത്രീ ഏത് നോവലിൻ്റെ കഥാപാത്രമാണ്? മൈമുന ഏതാണത്? ഖസാക്കിൻ്റെ ഇതിഹാസം. അത് നോക്കി വെച്ചാൽ ഖസാക്കിൻ്റെ ഇതിഹാസം. 2023 JCB അല്ലേ സാഹിത്യ പുരസ്കാരം നേടിയ ഫയർബഡ് എന്ന കൃതി രചിച്ചതാരാണ്? പെരുമാൾ മുരുകൻ അല്ലേ. പെരുമാൾ മുരുകനെ അറിയാം. അപ്പോൾ ഫയർബഡ് രചിച്ചതാരാണ്? പെരുമാൾ മുരുകൻ. ഇതിനടുത്ത് നോക്കുക, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡൻ്റ് ആകുന്ന ആദ്യ മലയാളി ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻ്റ് ആകുന്ന ആദ്യ മലയാളി ആരാണ്? PT ഉഷയാണ്. 2023 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന മുഖ്യ അതിഥി ആരായിരുന്നു? അബ്ദേൽ ഫത്തഹ് അസീസി, ഈജിപ്ഷ്യൻ പ്രസിഡൻ്റ് ആയത് അല്ലേ. അബ്ദേൽ ഫത്തഹ് അസീസി 2023 അസീസി ആയിരുന്നു. ആരാണത്? ഈജിപ്ഷ്യൻ പ്രസിഡൻ്റ് ആയിരുന്നു. നെല്ലെന്ന നോവലിലൂടെ പ്രസിദ്ധി നേടിയ സാഹിത്യകാരി ആരാണ്? P. വത്സലയാണ് ആ സാഹിത്യകാരി അല്ലേ. അവരുടെ എന്താണത് അല്ലേ. P. വത്സലയ്ക്ക് നെല്ലാണ് സാഹിത്യകാരി അല്ലേ. നെല്ലാണ് അവരുടെ കൃതി എന്ന് പറഞ്ഞ് ഓർത്തിരിക്കുക.
ഇനി അടുത്തത്, ലഹരിക്കെതിരെ കേരള സർക്കാർ രൂപീകരിച്ച ലഹരി വിരുദ്ധ കർമ്മസേന. ലഹരിക്കെതിരെ കേരള സർക്കാർ രൂപീകരിച്ച ലഹരി വിരുദ്ധ കർമ്മസേന എന്താണ്? ആസാദാണ്. ആസാദ് മീൻസ് സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാം അല്ലേ. ലഹരിക്ക് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത് എന്താണ്? ലഹരി ഉപയോഗിക്കത്തില്ല അതിനെതിരെ. അപ്പോൾ കേരള സർക്കാർ രൂപീകരിച്ച ലഹരി വിരുദ്ധ കർമ്മസേന അല്ല, കർമ്മസേനയുടെ പേരെന്താണ്? ആസാദ്. അവർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ള ലക്ഷ്യം അല്ലേ. അപ്പോൾ കേരള സർക്കാർ രൂപീകരിച്ച ലഹരി വിരുദ്ധ കർമ്മസേന എന്താണ്? ആസാദ്. ലഹരി വിരുദ്ധ കർമ്മസേന എന്താണ്? ആസാദ് കൊടുക്കുക. ലഹരിയോട് വേണ്ടാന്ന് പറയുക അല്ലേ. ഇനി ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ആദ്യ മലയാളി താരം നമുക്കറിയാം അല്ലേ. മിന്നുമണിയാണ് ആദ്യ മലയാളി താരം. ഇനി അടുത്ത് നോക്കുക, മെൽബോൺ ക്രിക്കറ്റ് ക്ലബിൻ്റെ സമിതിയിൽ അംഗമായ മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ജൂലൻ ഗോസ്വാമി. മെൽബോൺ ക്രിക്കറ്റ് ക്ലബിൻ്റെ സമിതിയിൽ അംഗമായ മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ജൂലൻ ഗോസ്വാമി. നെക്സ്റ്റ് വൺ, 2023 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇനി ഭാഗ്യചിഹ്നം എന്താണ് അതിൻ്റെത്? ബ്ലേസ് ആൻഡ് സോങ് അല്ലേ. ബ്ലേസ് ആൻഡ് ടോങ് ആണ്. ബ്ലേസ് ആൻഡ് ടോങ്, ബ്ലേഡും ടോങ് അല്ലേ. ബ്ലേഡ് ആൻഡ് ടോങ് എന്നൊക്കെ വിചാരിക്കാം. ഇനി ഔദ്യോഗിക ഗാനം എന്താണ്? ദിൽ ജഷ്നെ ബോലെ. ദിൽ ജഷ്നെ ബോലെ. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? ഓസ്ട്രേലിയയാണ് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. 23. നെക്സ്റ്റ് വൺ നോക്കാം, ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ താരം. ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ താരം ആരാണ്? ഗ്ലെൻ മാക്സ്വെല്ലിൻ. ഗ്ലെൻ മാക്സ്വെല്ലിൻ അല്ലേ. ഗ്ലെൻ മാക്സ്വെല്ലിനാണ് വേഗമേറിയ സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ ഗ്ലെൻ താരം. ഇനി രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് എന്താണ്? ഓസ്ട്രേലിയയാണ്. രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് എന്താണ്? ഓസ്ട്രേലിയയാണ്. നമ്മളിനി പതിയെ ഇങ്ങനെ വായിച്ച് പഠിച്ചിട്ട് വളരെ സ്പീഡിൽ നല്ലോണം പഠിച്ച് പോകണം. എന്നാൽ പതിയെ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് ഒരു പ്രാവശ്യം വായിച്ചാണ് വീണ്ടും നമുക്ക് സ്പീഡിൽ പഠിച്ച് പോവാം കേട്ടോ. വേദി എൻ്റെ രീതി അങ്ങനെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ. വേദി ഏതാണ്? ഓവൽ ഇംഗ്ലണ്ടിലാണ്. രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഓസ്ട്രേലിയയാണ്. വേദി ഏതാണ്? ഓവൽ ഇംഗ്ലണ്ടാണ്. 2022 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയത് ആർക്കാണ്? ലയണൽ മെസ്സിയെ കൂടാതെ എക്സാമൊക്കെ ഉണ്ടാവും അല്ലേ. 2022 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയത് ആരായിരുന്നു? ലയണൽ മെസ്സിയാണ്. ആ സമയത്ത് മികച്ച വനിതാ കായിക താരമാരാണ്? ഷെല്ലി ആൻഡ് ഫ്രേസർ ആയിരുന്നു. ഇനിയും സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ്ബ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? കേരള ബ്ലാസ്റ്റേഴ്സാണ്. കേരള ബ്ലാസ്റ്റേഴ്സാണ് അല്ലേ. കളി കണ്ടിട്ടേ മതിയാവും അല്ലേ. പഠിത്തമൊക്കെ മാറ്റിപ്പോട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സാണല്ലേ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന കേരള ബ്ലാസ്റ്റേഴ്സാണ്. ഇനി 2023 സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 23 സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. ഇതങ്ങ് വന്നാലോ ചോദ്യം. 2023 സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് അല്ലേ. സാഫ് കപ്പിൻ്റെ വേദി ഏതായിരുന്നു? ഇന്ത്യ തന്നെയാണ്. സാഫ് കപ്പ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടിയ താരം ഏതായിരുന്നു? സുനിൽ ഛേത്രിയാണ്. ഇനി 2023 സാഫ് കപ്പിൽ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരവും നേടിയ ആരായിരുന്നത്? സുനിൽ ഛേത്രി. ഇങ്ങനെയാണ് ഛേത്രി. ഓക്കെ. സോ കറണ്ട് അഫെയർസ് അത്രയേ ഉള്ളൂ അതിനകത്ത്. ബാക്കി നെക്സ്റ്റ് കുറച്ച് അവാർഡുകൾ, പദവികളെക്കുറിച്ച് മാത്രം ഒരു തൊട്ട് പുറകെ ഇടുന്നുണ്ട് ഞാൻ. അപ്പോൾ അതുകൂടി പഠിച്ചിട്ട് വേണം നന്നായിട്ട് പരീക്ഷ എഴുതാൻ. ഓക്കെ, താങ്ക് യു.